നമസ്കാരം. പ്രധാന വാർത്തകൾ. പലസ്തീൻ അനുകൂല പ്രതിഷേധം 300-ലേറെ പേരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂയോർക്കിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളെ തുടർന്ന് 300-ലേറെ പേരെ അറസ്റ്റ് ചെയ്തു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും സിറ്റി കോളേജ് ക്യാമ്പസിലും നടന്ന പലസ്തീൻ അനുകൂല റാലികളിലാണ് ന്യൂയോർക്ക് സിറ്റി പോലീസിന്റെ നടപടി. പ്രതിഷേധക്കാർ കയ്യേറിയ കൊളംബിയയിലെ ഹിമിൽട്ടൺ ഹാളും പോലീസ് ഒഴിപ്പിച്ചു. പ്രതിഷേധക്കാരെ പുറത്താക്കാൻ യൂണിവേഴ്സിറ്റി അധികൃതർ തന്നെ പോലീസിനെ സമീപിക്കുകയായിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം കൊളംബിയയിൽ 109 പേരും സിറ്റി കോളേജിൽ 173 പേരുമാണ് അറസ്റ്റിലായത്. ഇവരിൽ എത്ര പേരാണ് വിദ്യാർത്ഥികൾ എന്നത് വ്യക്തമല്ല. ആലുവയിൽ ലോറി മെട്രോ പില്ലറിലിടിച്ച് അപകടം, 2 മരണം. ആന്ധ്രയിൽ നിന്നും എറണാകുളത്തേക്ക് മത്സ്യവുമായി എത്തിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയിലുണ്ടായിരുന്ന ആന്ധ്ര നെല്ലൂർ സ്വദേശികളായ എല്ലാണ്ടി മല്ലികാർജുനയും ഷെയ്ഖ് ഹബീബ് ബാഷയുമാണ് മരിച്ചത്. മെട്രോ പില്ലർ നമ്പർ 187-ലാണ് ലോറി ഇടിച്ചത്. ഡ്രൈവർ ഉറങ്ങിയതാകാം അപകടത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. അപകടത്തിൽ കണ്ടെയ്നർ ലോറിയുടെ എഞ്ചിൻ ക്യാബിൻ പൂർണ്ണമായും തകർന്നു. ചൂടിനാശ്വാസമായി മഴ. ഇന്ന് മഴയെത്തുക 11 ജില്ലകളിൽ. ഇന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 11 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത്. ലക്ഷദ്വീപിലും ഇന്ന് മഴ ലഭിച്ചേക്കും. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മിതമായതോ നേരിയതോ ആയ മഴയ്ക്ക് ആണ് സാധ്യതയുള്ളത്. ഇതിനു പുറമെ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. 5-ാം തീയതി വരെ മഴ തുടരാമെന്നാണ് മുന്നറിയിപ്പ്. നിക്ഷേപം തിരികെ നൽകിയില്ല, ഗൃഹനാഥൻ ജീവനൊടുക്കി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വിഷം കഴിച്ച ഗൃഹനാഥൻ മരിച്ചു. നെയ്യാറ്റിൻകര മരുതത്തൂർ സ്വദേശി തോമസ് സാഗരമാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. നെയ്യാറ്റിൻകര പെരുമ്പതൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ബാങ്കിൽ തോമസ് സാഗരം 5 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു. മകളുടെ വിവാഹ ആവശ്യത്തിനായിട്ടായിരുന്നു പണം നിക്ഷേപിച്ചത്. എന്നാൽ ഈ പണം തിരിച്ചു ചോദിച്ചിട്ട് ബാങ്ക് ഉദ്യോഗസ്ഥർ നൽകിയില്ലെന്നും ഇതേ തുടർന്ന് കടുത്ത മനോവിഷമത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 19-നാണ് തോമസ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയോടെയാണ് മരിച്ചത്. ജമ്മു കാശ്മീരിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി യുവാവിന് ദാരുണാന്ത്യം, 11 പേർക്ക് പരിക്ക്. കോഴിക്കോട് നാദാപുരം ഈയങ്കോട് പുത്തൻപീടികയിൽ സഫാനാണ് മരിച്ചത്. നാട്ടിൽ നിന്ന് വിനോദയാത്ര പോയപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. സഫാനും സംഘവും സഞ്ചരിച്ച വാൻ ട്രാക്കിലിടിച്ചാണ് അപകടം നടന്നത്. അപകടത്തിൽ 11 പേർക്ക് പരിക്കേറ്റു. 6 പേരുടെ നില ഗുരുതരമാണ്. തിരുവനന്തപുരം IT കമ്പനിയിലെ ജീവനക്കാരനാണ് മരിച്ച സഫാൻ.